ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഏജ് സ്റ്റൈൽസ് റിംഗിലേക്ക് വരികയുണ്ടായി. അദ്ദേഹത്തിന് വീണ്ടും WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കണമെന്നെല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ CM പങ്ക് അവിടേക്ക് വന്നു. നീ കാണിച്ചത് മണ്ടത്തരമാണ്. നമുക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ മത്സരിക്കാനുണ്ടായിരുന്നു. നമുക്ക് തമ്മിൽ മത്സരിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും നിൽക്കാതെ നീ ഗുന്തറിനെതിരെ റിട്ടയർമെന്റ് മാച്ച് പോയി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏജ് സ്റ്റൈൽസ് ചോദിക്കുകയുണ്ടായി, നിനക്ക് ഞാൻ ഗുന്തറിനെതിരെ തോൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ പങ്ക് പറഞ്ഞു, നീ തോൽക്കുമെന്ന് വിചാരിച്ചിട്ടില്ല, എന്നാലും അതിനൊരു ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് തമ്മിൽ മത്സരിക്കാമായിരുന്നു. ഇനി എങ്ങനെ നീ റോയൽ റംബിളിൽ തോറ്റുപോയി കഴിഞ്ഞാൽ, നീ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് തമ്മിൽ എങ്ങനെ മത്സരിക്കാൻ കഴിയാനാണ്? അപ്പോൾ ഏജ് സ്റ്റൈൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇന്നൊരു മാച്ച് കളിക്കാം. ആ ഒരു മാച്ചിൽ ഞാൻ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗുന്തറിനെ തോൽപ്പിച്ചതിന് ശേഷം ഞാൻ വരും നിനക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്പർ 1 കണ്ടന്ററായിട്ട് എന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ CM പങ്ക് നേരെ തിരിച്ചുകൊണ്ട്, നിനക്ക് നമ്പർ 1 കണ്ടന്റർ അല്ല കിട്ടാൻ വേണ്ടി പോകുന്നത്, ഇന്നത്തെ റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് ഞാനും നീയും തമ്മിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു മാച്ച് തന്നെയാണ് നിനക്ക് കിട്ടുന്നത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാച്ച് നടന്നു. ഏജ് സ്റ്റൈൽസ് ഒരു റോളപ്പിനും പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റൈൽസ് ക്ലാഷും ചെയ്ത് 2.9 സെക്കൻഡിലെത്തിയപ്പോഴേക്കും കിക്ക് ഔട്ട് ചെയ്യുകയുണ്ടായി CM പങ്ക്. ഒരു ഫിനോമിനൽ ഫോറാം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും CM പങ്ക് റോപ്പ് ഇളക്കി കളയുകയുണ്ടായി. സ്റ്റൈൽസ് ക്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. അതിൽ നിന്നും പങ്ക് GTS ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റപ്പെടുകയുണ്ടായി. അപ്പോൾ അതാ ഫിൻ ബാലറിന്റെ ഇന്റർഫിയറൻസ്. CM പങ്കിനെ വന്നുകൊണ്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. ബാരിക്കേഡിന്റെ മുകളിലേക്കെല്ലാം തന്നെ വലിച്ചെറിയുകയുണ്ടായി. എന്നിട്ട് റിങ്ങിലെത്തിക്കൊണ്ട് 3 തവണ അദ്ദേഹത്തിന്റെ ഫിനിഷറായിട്ടുള്ള കൂപ്പ് ഡെ ഗ്രാസ് ചെയ്യുകയുണ്ടായി. ഫിൻ ബാലർ ഇസ് ദ വില്ലൻ.